ജ്യോതിഷാലയത്തിലേക്ക് എവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ മകരക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അവിട്ടം ഉത്രാടം കഴിഞ്ഞ തിരുവോണം മുഴുവനും അവിട്ടത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന മകരക്കൂറുകാർക്ക് ചാരവശാൽ ചിന്തിക്കുകയാണെങ്കിൽ 2-ൽ രാഹു, 3-ൽ ശനി, 5-ൽ ശുക്രൻ, 6-ൽ സൂര്യൻ, 6-ൽ വ്യാഴം, 7-ൽ ബുധൻ, 8-ൽ കേതു, ചൊവ്വ. ഇതാണ് ഗ്രഹസ്ഥിതി. ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും സൂര്യചാരവശാൽ ചിന്തിക്കുന്ന സമയത്ത് 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കുറേയേറെ അനുഭവങ്ങൾ തരാം. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും എല്ലാം മാറ്റി തരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കടബാധ്യതകൾ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ സൂര്യനെ കൊണ്ട് കുറേ ഏറെ സംഭവങ്ങളെല്ലാം ചേർത്ത് നിൽക്കുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. 6-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം ദോഷം തന്നെയാണ്. ആള് കടത്തിന് പെരുക്കുന്ന ഒരാളാണ്. എത്ര കടം കിട്ടുമോ അത്രത്തോളം വാങ്ങിക്കൂട്ടുവാനുള്ള ഒരു സാഹചര്യം ചെയ്തു കൊടുക്കും വ്യാഴം. പക്ഷെ അത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടെ ചിന്തിക്കാറില്ല. കാരണം 6-ൽ വ്യാഴം നിന്നതിന് എത്ര വേണമെങ്കിൽ കടം വാങ്ങിച്ചു കൂട്ടാനുള്ള വ്യാഗ്രത ഉണ്ടാവും. അപ്പോൾ അത് കാരണം കടം വാങ്ങിച്ചു കൂട്ടാതെ കടം വീട്ടാനുള്ള ശ്രമം നോക്കുക എന്നുള്ളത് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള രേഖകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ലോൺ സെക്ഷനോ മറ്റുള്ളതൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ശരിയാവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് കാണുന്നത്. വാഹനം എന്ന് പറഞ്ഞാൽ 2 വീലർ തൊട്ട് വിമാനം വരയ്ക്കും, കപ്പലും അതിൽപ്പെടും എന്നൊക്കെ പറയാം. വാഹനം എത്തിയ എല്ലാ വാഹനങ്ങളും ചലിക്കുന്ന വസ്തുക്കൾ യന്ത്രവൽക്കരണം കൊണ്ട് അല്ലെങ്കിൽ പെട്രോൾ ഉൽപ്പന്നം കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപകരിക്കുന്ന അല്ലെങ്കിൽ യന്ത്രവൽക്കരണം കൊണ്ട് ഓടുന്ന സഞ്ചരിക്കുന്ന തന്നെയാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ആ വാഹന സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർ മെക്കാനിക്കലായിക്കോട്ടെ, അതിലേത് ലെവലിൽ പെട്ടിരിക്കുന്ന എഞ്ചിനീയർമാർക്കാരായിക്കോട്ടെ, ആരാണെങ്കിലും അവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതുപോലെ ഷോറൂം നടത്തുന്നുണ്ട്, വാഹനത്തിൻ്റെ ഷോറൂം നടത്തുന്നവർക്കാണെങ്കിലും നല്ല ബിസിനസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നേടിയെടുക്കാനുള്ള സാധ്യതയും മകരക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. ശനി 3-ാം ഭാവത്തിൽ അനുകൂല ഭാഗത്തിൽ നിൽക്കുന്നുണ്ട്. അത് വളരെ അനുകൂലപരമായിട്ടുള്ളൊരു ഭാഗമാണ്. സഹായഹസ്തങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അയാളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അനാരോഗ്യ പ്രശ്നങ്ങൾ വളരെ കാര്യമായിട്ട് വരുവാനുള്ള സാധ്യതയില്ല. 2-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം കുടുംബകലഹങ്ങൾ ചിലപ്പോൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബകലഹങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ നാവിനെ കുറച്ച് ചേർത്ത് നിൽക്കുന്ന പറയുന്നത്, നാവിനെ അടക്കി നിർത്താനായി പറയാൻ പറ്റാത്ത വാക്കുകൾ പറയരുത്. പെട്ടെന്നായിരിക്കും നമ്മുടെ വാക്ക് ചിലവർക്ക് ഒന്നുണ്ട്, കണ്ടത് പറഞ്ഞേ തീരുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. പക്ഷെ കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അബദ്ധങ്ങൾ വന്ന് എന്തൊക്കെ പുലിവാലുകൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള നാവ് സ്ഥാനത്ത് രാഹു നിൽക്കുന്ന കാരണം നാവ് പറയാൻ പറ്റാത്ത ചില വാക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹായികളോ ആരോ ആയിക്കോട്ടെ അങ്ങനെയുള്ളവർക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് കാരണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെയാണ് മകരക്കൂറുകാർക്ക് 8-ാം ഭാവത്തിൽ കേതുവും ചൊവ്വയും നിൽക്കുന്നത് അത്ര ഉചിതപരമല്ല എന്ന് തന്നെ പറയാം. അത് കാരണം വയറ് സംബന്ധമായിട്ടുള്ള വേദനകൾ, രക്തദോഷ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം ഉള്ളവർ ക്രമാതീതമായിട്ട് മരുന്ന് കഴിക്കുക. അതുപോലെ തന്നെ സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് കാണുക. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള പീരീഡുകൾ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ പീരീഡ് തെറ്റി വന്നിട്ടുള്ള വയറുവേദന സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഓപ്പറേഷൻ വല്ലതും ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരങ്ങൾ വന്ന് ചേരുകയോ എന്തെങ്കിലും രോഗാവസ്ഥയിൽ പോയി അതൊരു ഓപ്പറേഷനിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതകളൊക്കെ വന്ന് ചേരുവാനുള്ള സാധ്യതകളെ മകരക്കൂറുകാർ കാണുന്നുണ്ട്. പക്ഷെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ആയുർകാരകനായിട്ടുള്ള ശനി 3-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നൊരു സാധ്യതയും സൂര്യഭഗവാനാകട്ടെ, അതായത് സൂര്യൻ 6-ാം ഭാവത്തിൽ ചാരവശാൽ 6-ൽ നിൽക്കുന്നു. അത് ഉത്തമപരമായിട്ട് അത് കാരണം ആയുസ്സിന് ദോഷങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഭാഗ്യം പൊതുവെ പറയുകയാണെങ്കിൽ മകരരാശിക്ക് 9-ാം ഭാവം ഭാഗ്യസ്ഥാനം തെളിഞ്ഞ് കാണുന്നുണ്ട്. അത് കാരണം ഭാഗ്യമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. അത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എങ്കിലും ഭാഗ്യസൂക്തം വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. അതേസമയത്ത് ഈ വ്യാഴം 6-ൽ അനുകൂലമല്ലാത്ത കാരണം കൊണ്ട് ഓപ്പറേഷൻ വല്ലതും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ വലിയ മേജർ ഓപ്പറേഷൻ ആണെങ്കിൽ ഭവനത്തിൽ വെച്ചൊരു മൃത്യുഞ്ജയ ഹോമം നടത്തിയതിന് ശേഷം
അതായത് ലക്ഷങ്ങൾ ചെലവാക്കി നടത്തുന്ന ഓപ്പറേഷൻ ആണെങ്കിൽ ഭവനത്തിൽ വെച്ചൊരു മൃത്യുഞ്ജയ ഹോമം ചെയ്തതിന് ശേഷം ഓപ്പറേഷന് വിധേയനാവുക. പിന്നെ ഒരു പെട്ടെന്നൊരു എമർജൻസി ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്പലത്തിലുള്ള വിളിച്ചു പറഞ്ഞ അമ്പലത്തിലേക്ക് മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ പറയുക എന്നുള്ളതാണ് പറയുന്നത്. അതല്ല ചെറിയ ഓപ്പറേഷൻ ആണെങ്കിൽ അമ്പലത്തിലേക്ക് ഒരു മൃത്യുഞ്ജയ ഹോമത്തിന് വഴിപാടിന് കൊടുത്തിട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, സക്സസ് ആയിട്ട് വരുവാനായിട്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ട് പോകാനായിട്ടുള്ള ഒരു വഴിപാടായിട്ടാണ് പറയുന്നത്. അപ്പോൾ മകരക്കൂറുകാർ ഗുണദോഷ മിശ്രമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. തൊഴിൽ പരാജയപ്പെടില്ല എന്ന് തന്നെ പറയാം. കടബാധ്യത മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഉള്ള കടബാധ്യത കുറച്ച് കൊണ്ടുവരിക, നീട്ടിക്കൊണ്ടുപോകേണ്ട. കടബാധ്യത ഒരു ശ്രദ്ധ വേണം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. കള്ളന്മാരുടെയും ശത്രുക്കളുടെയും ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അവരെയും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ ദോഷാധികം കുറഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്. നമസ്കാരം.